സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുകയാണ്. മാർച്ച് 19 വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ എന്നെങ്കിലും എല്ലാവരുടെയും സൗകര്യാർത്ഥം നമ്മൾ ഇന്ന് ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് നന്മരണങ്ങളുടെ മധ്യസ്ഥനും അതോടൊപ്പം തന്നെ കുടുംബങ്ങളുടെ പാലകനുമാണ്. നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളെ കാത്തുപരിപാലിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആയിരിക്കുന്ന ഓരോ അംഗങ്ങളുടെയും സംരക്ഷണവും വിശുദ്ധ യൗസേപ്പ് പിതാവ് ഏറ്റെടുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഉദ്ഘാടനം കൂടിയാണ്. അതിലെ ഓരോ അംഗങ്ങളെയും അതിൽ ചേരുന്ന ഓരോരുത്തരെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. മനുഷ്യവംശത്തെ വീണ്ടെടുക്കുവാൻ തന്റെ തിരുക്കുമാരനെ ലോകത്തിലേക്ക് അയച്ച ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ഈശോയുടെ വളർത്തുപിതാവും സംരക്ഷകനുമായി വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവതരിച്ച വചനത്തിന് ജീവിതം സമ്പൂർണമായി സമർപ്പിച്ച
വിശുദ്ധ ഔസേപ്പിനാവ് പിതാവിനോട് ചേർന്ന് വിശുദ്ധിയോടെ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്യം. യോഗ്യനാരൂഴിയിൽ നാഥ നിന്റെ ഗേഹത്തിനുള്ളിൽ വസിക്കാം. യോഗ്യനാരൂഴിയിൽ നാഥ നിന്റെ മുറ്റത്തു കാലുകൾ കുത്താം. യോഗ്യനാരൂഴിയിൽ നാഥ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്യം. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്യം.
പരിപാവനനാം സർവീശ്വരാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, യോശുവയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരുവാശീർവദിച്ചു. ഇസ്രായേലിന് നൽകാമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി. അവർ അത് കൈവശമാക്കി അവിടെ വാസമുറപ്പിച്ചു. കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്ന പോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല. കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി. റൂബൻ, ഗാദ് ഗോത്രങ്ങളെയും മാനസായുടെ അർത്ഥഗോത്രത്തെയും ജോഷുവ വിളിച്ചുകൂട്ടി. അവൻ അവരോട് പറഞ്ഞു, കർത്താവിന്റെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ അനുസരിച്ചു. എൻ്റെ ആജ്ഞ നിങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തു. നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ കർത്താവിന്റെ ദാസനായ മോശ ജോർദാനക്കരെ നിങ്ങൾക്ക് അവകാശമായി നൽകിയ ദേശത്തുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ ചരിക്കുകയും അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുകയും അവിടത്തോട് വിശ്വസ്ത പുലർത്തുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യണമെന്ന് കർത്താവിന്റെ ദാസനായ മോശ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുന്നതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. A reading according to the letter to the Romans. May God bless you. So then, let us stop judging one another. Instead, we should decide never to do anything that could make one another stumble or fall into sin. My union with the Lord Jesus makes me certain that no food is of itself ritually unclean. But if a person believes that some food is unclean, then it becomes unclean for that person. If you hurt your brother or sister because of something you eat, then you are no longer acting from love. Do not let the food that you eat ruin the person for whom Christ died. Do not let what you regard as a good get a bad name. For God's kingdom is not a matter of eating and drinking, but of the righteousness, peace, and joy which the Holy Spirit gives us. And when people serve Christ in this way, they please God and are approved by others. So then, we must always aim at those things that bring peace and that help to strengthen one another. Do not because of food destroy what God has done. All foods may be eaten, but it is wrong to eat anything that will cause someone else to fall into sin. The right thing to do is to keep from eating meat, drinking wine, or doing anything else that will make your brother or sister fall. Keep what you believe about this matter. Then, between yourself and God, happy are those who do not feel guilty when they do something they judge as right. But if they have doubts about what they eat, God condemns them when they eat, because their action is not based on faith, and anything that is not based on faith is sin.
The word of the Lord. ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലൊരാശയം മനതായി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനൊഴുക്കിടട്ടെ ഏറ്റമനുഗ്രഹപൂരിത കവിത തൂലിക പോലെ നാവിപ്പോൾ താതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കുരീനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ വെള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മെൽബൺ രൂപതയെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളവും കുടുംബത്തിൻ്റെ വർഷത്തിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് ഈ വർഷത്തെ പ്രത്യേകമായി കാണുക. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പ്രത്യേകമായി ധ്യാനിക്കുകയും അതോടൊപ്പം തന്നെ ഔസേപ്പ് പിതാവിൻ്റെ ഗുണഗണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും വേണ്ടി ഒരു വർഷം പോപ്പ് ഫ്രാൻസിസ് നമുക്ക് നൽകിയിരിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവ് കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ്. അതോടൊപ്പം തന്നെ നന്മരണങ്ങളുടെ മധ്യസ്ഥൻ, കന്യകമാരുടെ കാവൽക്കാരൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വിശേഷണങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. ഔസേപ്പ് പിതാവ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലാറുള്ള പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥന തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഔസേപ്പ് പിതാവിനെ കൂടുതലായി ഏറ്റവും ആദ്യം മനസ്സിലാക്കുക. എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവ് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ചോദിച്ചാൽ, ചെറുപ്പം മുതൽ തന്നെ ഞങ്ങളുടെ
രൂപതയിലെ വേലൂപ്പാടം എന്ന് പറയുന്ന ഒരു തീർത്ഥ കേന്ദ്രത്തിലേക്ക് എൻ്റെ ചേട്ടൻ ജോസഫ് ആയതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും പോകുക പതിവുണ്ട്. ചെറുപ്പത്തിലൊക്കെ ചേട്ടൻ്റെ വൈക്കമ്മ ഇരുന്ന് പോകാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് അന്ന് തീർത്ഥകേന്ദ്രം സന്ദർശിച്ചിരുന്നത്. കുറേ ദൂരം യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രത്യേക അവസരമെന്ന് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ യൗസേപ്പ് പിതാവ് ഏറ്റവും ആദ്യം കടന്നു വന്നത്. പിന്നീട് എനിക്ക് 3 പള്ളികളിൽ, പ്രത്യേകിച്ച് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമധേയം വഹിക്കുന്ന പള്ളികളിൽ സേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. സെൻറ്റ് ജോസഫിൻ്റെ ഒരു പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിയിലേക്ക് പോകുമ്പോഴും അതും സെൻറ്റ് ജോസഫായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയായിട്ടൊന്നും ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാറില്ല. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് കുറേ അധികമൊക്കെ നമ്മൾ പറഞ്ഞു പോകുമെങ്കിലും യേശുവിൻ്റെ വളർത്തുപിതാവായ യേശു നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തുമാത്രം രൂഢമൂലമായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ യൗസേപ്പ് പിതാവ് നിശബ്ദനായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തണം നിർബന്ധമില്ല. പക്ഷെ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ ഇത്രയേറെ ആഴമുള്ള ഒരു കഥാപാത്രം ബൈബിളിൽ ഉണ്ടോ എന്ന് സംശയമാണ്. ഒരു വാക്ക് പോലും ബൈബിളിൽ ഇദ്ദേഹം സംസാരിച്ചതായി നമ്മൾ കാണുന്നില്ല. പക്ഷേ ഒരുപാട് ധ്യാനിക്കുമ്പോൾ ഇത്രയും മഹത്തായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ ബൈബിളിലുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കും. ആരോടും ഒരു പരിഭവമില്ലാതെ, ഒന്നും തന്നെ സംസാരിക്കാതെ തന്നെ ഭരമേൽപ്പിച്ച ഭാര്യയെയും കുഞ്ഞിനെയും മാത്രം ഏറ്റവും നല്ല രീതിയിൽ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടി ജീവിതം ഹോമിച്ച് അവസാനം മരണമടഞ്ഞു പോകുന്ന ഈ യൗസേപ്പ് പിതാവ് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമില്ലെങ്കിലും ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപാട് വ്യക്തിത്വം പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഒരു യൗസേപ്പ് പിതാവിൻ്റെ പള്ളിയിൽ ഇരിക്കുമ്പോൾ, അതിൻ്റെ പാവർട്ടി എന്ന് പറയുന്ന തീർത്ഥകേന്ദ്രത്തിലിരിക്കുമ്പോൾ, അവിടെയാണ് കൊച്ചച്ഛനായിട്ട് ഏറ്റവും ആദ്യത്തെ അപ്പോയിൻമെൻ്റ് കിട്ടിയത്. വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു ചെറിയൊരു അനുഭവമുണ്ട്. എല്ലാ ബുധനാഴ്ചകളിലുമാണ് യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള വിശുദ്ധ കുർബാനകൾ. ഈ ആര്യച്ചന് പ്രായമുണ്ടായിരുന്നതുകൊണ്ട് കൊച്ചച്ഛനായ ഞാനാണ് 3 കുർബാനകളും ചൊല്ലിയിരുന്നത്. ഒരു കുർബാന മാത്രം വികാരിച്ചും ചൊല്ലും. അന്ന് 4 വിശുദ്ധ കുർബാനകളാണ്, എല്ലാം പാട്ടു കുർബാനകൾ. അങ്ങനെ ഒരു കുർബാനയ്ക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ പ്രത്യേകമായി ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഏതാണ് നിയോഗമെന്നോ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നോ ആ ചേച്ചിക്ക് പറയാനുള്ള നേരം ഉണ്ടായിരുന്നില്ല, എനിക്കും കേൾക്കാനും അധികം നേരം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ പ്രത്യേകമായി ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ പിന്നീട് അതിനെപ്പറ്റി ഒന്നും കേട്ടില്ല. പിന്നെ 3 മാസം കഴിഞ്ഞ് ആ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ച കാര്യം സാധ്യമായി. എനിക്കൊരു കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോൾ ഗർഭിണിയാണ്. ഒരുപാട് ആഴത്തിൽ സ്പർശിച്ച ഒരു അനുഭവമായിരുന്നത്. നിയോഗമൊന്നും പറയാതെ തന്നെ ഒരു ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി യൗസേപ്പ് പിതാവ് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം വഴി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു കൊടുത്ത ആ മനോഹര നിമിഷം പലപ്പോഴും ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. വാക്കുകൾ കൊണ്ടൊന്നും വലിയ കസർത്ത് കാണിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ബൈബിളിൽ യൗസേപ്പ് പിതാവിനെ കാണാൻ സാധിക്കില്ല. ഒന്നും സംസാരിക്കാത്ത മനുഷ്യൻ, നിശബ്ദതയുടെ ഒരു ആചാര്യൻ. നിശബ്ദതകൾ കൊണ്ട് മാത്രം മനുഷ്യൻ്റെ മനസ്സിനോട് സംസാരിക്കുന്ന, നിശബ്ദത കൊണ്ട് മാത്രം മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു വിശുദ്ധനായതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യൗസേപ്പ് പിതാവിന് ഇപ്പോഴും വലിയ സ്ഥാനമുള്ളത്. തിരുസഭയുടെ വലിയ പാലകനായി വിശുദ്ധ യൗസേപ്പ് പിതാവ് മാറുന്നതിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. തൊഴിലിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കാണുക. ഞാൻ ഒരു ഇടവകയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ യൗസേപ്പ് പിതാവിന് വേണ്ടി
പ്രത്യേകമായിട്ടുള്ള ദിവസം മെയ് 1-ാം തീയതി തൊഴിലാളികളുടെ മധ്യസ്ഥൻ്റെ ദിവസം അവിടുത്തെ പണിപ്പുരകളുടെ 120ഓളം പണിപ്പുരകൾ ആശാരിപ്പണികൾ ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥലത്തായിരുന്നു, ചൊവ്വൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ ഫർണിച്ചറുകൾ കയറ്റി അയക്കുന്ന ഒരു പ്രത്യേക സ്ഥലം. അവിടെ 120ഓളം പണിപ്പുരകളുടെ ആശീർവാദമുള്ള ദിവസമാണ് മെയ് 1-ാം തീയതി. വെഞ്ചിരിച്ച് മടുക്കുന്ന ദിവസം, തളിച്ച് കയ്യിൻ്റെ ഓരം കഴയ്ക്കുന്ന ദിവസമാണെന്ന്. പക്ഷേ അന്ന് അവിടെയുള്ള മനുഷ്യർക്കൊക്കെ ഒരുപാട് വിശ്വാസമുണ്ട്. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ ഔസേപ്പ് പിതാവ് നമ്മളെ ഒരിക്കലും കച്ചവടത്തിൽ പിന്താങ്ങാതിരിക്കുകയില്ല എന്നുള്ളൊരു വലിയ വിശ്വാസം കൊണ്ട് തന്നെ ആ മനുഷ്യരൊക്കെ ആഗ്രഹിക്കുന്നത് അവരുടെ പണിപ്പുരകളൊക്കെ ആശീർവദിക്കപ്പെടണം മെയ് 1-ാം തീയതി തന്നെ. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ചെകഞ്ഞ് അന്വേഷിക്കുമ്പോൾ വിശുദ്ധ ഔസേപ്പ് പിതാവ് മരപ്പണിക്കാരനായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരുപാട് കൃത്യതകൾ ആവശ്യമുള്ള ഒരു ജോലിയാണ്. ആശാരിപ്പണി നമ്മളൊക്കെ പലപ്പോഴും അല്പം വില കുറഞ്ഞ് കാണുമെങ്കിലും പക്ഷെ അതിനോളം കൃത്യതയുള്ള ഒരു പണി വേറെയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മാത്രം കൃത്യതയുള്ള നമ്മളിരിക്കുന്ന ഈ ഫ്യൂസ് അല്ലെങ്കിൽ ബെഞ്ചുകൾ അല്ലെങ്കിൽ കസേരകൾ, അതിൻ്റെ ഒരു അനക്കം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആടിയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഓരോ മേശയും കസാരയും ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു പൊടിക്ക് അതിൻ്റെ കാൽക്കുലേഷൻ പിഴച്ചാൽ പിന്നീട് അത് ഒന്നിനും കൊള്ളുകയില്ല. അതിന് മാത്രമുള്ള കൃത്യതകൾ ആവശ്യമുള്ള ഒരു ജോലി ചെയ്തിരുന്നൊരു മനുഷ്യനായിരുന്നു വിശുദ്ധ ഔസേപ്പ് പിതാവ്. അതുകൊണ്ട് തന്നെ യേശുവിനെ രൂപപ്പെടുത്താൻ അത്രമാത്രം കൃത്യത വിശുദ്ധ ഔസേപ്പ് പിതാവ് കാണിച്ചിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തൻ്റെ മകനും തൻ്റെ ഭാര്യയ്ക്കും പകർന്നു കൊടുക്കാൻ അദ്ദേഹം കാണിച്ച ആ കൃത്യതയാണ് വിശുദ്ധ ഔസേപ്പ് പിതാവിനെ വലിയവനാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൊഴിലിൻ്റെ പ്രതീകമായി നമ്മൾ ജോസഫിനെ പ്രത്യേകമായി വണങ്ങുന്നതും പ്രാർത്ഥിക്കുന്നതും. വികാരത്തിൻ്റെ വേലിയേറ്റത്തിനനുസരിച്ച് പ്രവർത്തിച്ചൊരു മനുഷ്യനൊന്നുമല്ല വിശുദ്ധ ഔസേപ്പ് പിതാവ്. ഒരു ഉറക്കം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എടുത്ത് ഈജിപ്തിലേക്ക് പോയി പിന്നെ അവിടുന്ന് തിരിച്ചു വന്നു എന്നൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഒരു ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടപ്പോൾ അവൻ എഴുന്നേറ്റ് ഈജിപ്തിലേക്ക് പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ചില മനുഷ്യരുണ്ട്. പക്ഷേ ദൈവത്തോട് മാത്രം ആലോചിച്ച് മനുഷ്യരോട് ഒന്നും തന്നെ ആലോചിക്കാതെ പ്രവർത്തിച്ചൊരു മനുഷ്യനാണ് ഔസേപ്പ് പിതാവ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി ആ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നു എന്ന് നമുക്ക് അത്ഭുതമാണ്, ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ദൈവം പറഞ്ഞതിനനുസരിച്ച് മാത്രം ജീവിതത്തെ ക്രമപ്പെടുത്തി അത് ശരിയാണെന്ന് മനസ്സിലാക്കി ആ സ്വപ്നത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതിനനുസരിച്ച് മാത്രം പ്രവർത്തിച്ച ഈ മനുഷ്യനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്, എൻ്റെ വാതിലുകളും ജനാലകളുമൊക്കെ പഴക്കം ചെന്നതാണ്. പക്ഷേ ഔസേപ്പ് പിതാവിനെ പോലെ കൃത്യതകളുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്രയോ മനോഹരമാകുമായിരുന്നു. ഖലീൽ ജിബ്രാൻ എഴുതി വയ്ക്കുന്നത് അവൻ്റെ വാതിലുകൾ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണ്. ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ വാതിലാണെന്ന് ജിബ്രാൻ പറയും. കണ്ണുകളിലൂടെയും കേൾവിയിലൂടെയും സ്പർശനത്തിലൂടെയും കടക്കുന്ന ഒരുപാട് പഴക്കമാർന്ന അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ രൂപപ്പെടുത്താൻ വിശുദ്ധ ഔസേപ്പ് പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം വ്യക്തതയും കൃത്യതയുമുള്ളവനുമായി മാറിയേനെ എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ കാണുന്നുണ്ട്. എസെക്കിയേൽ ദീർഘദർശിക്ക് ഉണ്ടാകുന്നൊരു സ്വപ്നമുണ്ട്. അസ്ഥികൾ പൂക്കുന്ന താഴ്വരയിലെ മനോഹരമായ രംഗങ്ങൾ എസെക്കിയേൽ ദീർഘദർശി കാണുന്നു. അതോടൊപ്പം തന്നെ പഴയ നിയമത്തിലൊരു ജോസഫിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. സഹോദരങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടും പിന്നീട് സ്വപ്നം വ്യാഖ്യാനിച്ചുകൊണ്ട് മാത്രം വലിയവനായ ഒരു ജോസഫ് പഴയ നിയമത്തിലെ ജോസഫ് മനസ്സിൽ ചിന്തിച്ചിരുന്നു, തൻ്റെ സഹോദരങ്ങൾ എൻ്റെ അടുത്ത് വരും, അവരെയൊക്കെ എനിക്ക് സഹായിക്കണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും എനിക്ക് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് ദൈവദൂതനായി മാറുന്ന ജോസഫ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഫറവോയുടെ സ്വപ്നം വിശദീകരിച്ചുകൊണ്ട് പിന്നീട് ജോസഫ് വലിയവനായി മാറുന്നു. പഴയ നിയമത്തിലെ ജേക്കബിനെ നമുക്കറിയാം. യാക്കോബ് ഉഡായിപ്പുകളുടെ ഒരു മനുഷ്യനാണ്. ഒരുപാട്
തിന്മകളുമൊക്കെ ചെയ്ത് അവകാശം കരസ്ഥമാക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ ദൈവവുമായി മൽപ്പിടുത്തം നടത്തിയ ഒരു സ്വപ്നം അവൻ കാണുന്നു. എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ലെന്ന് പറഞ്ഞ് അവൻ ദൈവവുമായി മൽപ്പിടുത്തം നടത്തി അവിടെ ഒരു സ്വപ്നമുണ്ടാക്കി. ആ സ്വപ്നത്തിൽ അവൻ തീർത്തും മാറുകയാണ്. അവൻ്റെ അവകാശത്തിന് വേണ്ടി അവൻ ആഗ്രഹിക്കാതെ തന്നെ ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തി ആ അവകാശം കരസ്ഥമാക്കാൻ മാത്രം ആഗ്രഹിച്ച യാക്കോബ്. ഒരു ആദിവാസി കഥയുണ്ട്. ആ ആദിവാസി കഥയിൽ പറയുന്നത് ആകാശം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെറും താഴെയായിരുന്നു. ഭൂമിയുടെ ഏകദേശം ഒരടി മാത്രം ഉയരത്തിൽ മാത്രമുള്ള ഒരു പ്രതലം. അതിന് മുകളിലായിരുന്നു സൂര്യൻ. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ നിപതിച്ചിരുന്നില്ല. കാരണം ആകാശം അതിനടിയിലായിരുന്നു. ഭൂമിയിലെ മനുഷ്യരൊക്കെ ഇഴഞ്ഞ് മാത്രം നീങ്ങുന്നവരായിരുന്നു. നട്ടെല്ലുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇഴഞ്ഞ് മാത്രം നീങ്ങുന്ന മനുഷ്യർ. അപ്പോൾ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ കണ്ട് കിളികൾക്ക് ഒരു ആശ്ചര്യം തോന്നി. മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് പിന്നീട് അവർ ഓരോ മരത്തിൻ്റെ കമ്പുകൾ കൊണ്ടുവന്നിട്ടിട്ട് ആകാശം പതുക്കെ പതുക്കെ ഉയർത്തുകയാണ്. നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആകാശം ഇപ്പോഴത്തെ പൂർവ്വസ്ഥിതിയിലായി. ആകാശത്ത് എൻ്റെ മുകളിലുണ്ടായിരുന്ന സൂര്യൻ താഴേക്ക് വന്ന് ഭൂമിയിലേക്ക് പ്രകാശം വന്നു തുടങ്ങി. ഈ കിളികൾക്ക് മാത്രം ചെയ്യാൻ സാധിച്ച ഒരു കാര്യം മനുഷ്യനെ നേരേക്ക് നടത്താൻ സാധിച്ചു. ആകാശം മുകളിലേക്ക് വരുന്നതുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ സൂര്യൻ്റെ പ്രകാശം താഴെ ഭൂമിയിൽ പതിക്കാനും സാധിച്ചു. ചെറിയ കിളികൾക്ക് പോലും ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ ചെറിയ വ്യക്തികളാണെങ്കിലും നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഈ ഒരു കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുർബലമായൊരു കഥാപാത്രമാണ് യൗസപിതാവ്. യൗസപിതാവ് നമ്മുടെ ദൃഷ്ടിയിൽ വലിയ വലിയ കസർത്തുകളൊന്നും കാണിച്ചൊരു മനുഷ്യനൊന്നുമല്ല. കുറേ അത്ഭുതങ്ങളോ കുറേ അടയാളങ്ങളോ ഒന്നും ചെയ്തില്ല. ഈ ദുർബലനായ മനുഷ്യൻ പിന്നീട് ചരിത്രത്തിൻ്റെയും തിരുസഭയുടെയും ഒക്കെ വലിയ പാലകനായി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനോളം ശക്തമായ മാധ്യസ്ഥം പുലർത്താൻ വിശുദ്ധ യൗസപിതാവിന് സാധ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. യേശുവിനെ വലിയ കാര്യങ്ങൾ പഠിപ്പിച്ച് അവനെ ലോകത്തിൻ്റെ രക്ഷകനാക്കി മാറ്റാൻ യൗസപിതാവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെയൊക്കെ നമ്മുടെ മക്കളെയൊക്കെ വലുതാക്കാൻ സാധിക്കുന്ന ശക്തമായ മാധ്യസ്ഥം യൗസപിതാവിനുണ്ട് എന്നുള്ളതാണ്. നമുക്ക് യൗസപിതാവിനെ പോലെ സ്വപ്നങ്ങൾ കാണാം. ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടി മനോഹാരിത ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ സ്വപ്നങ്ങളുണ്ട്. വ്യക്തിപരമായ അല്ലെങ്കിൽ കുടുംബത്തിൻ്റേതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ദുർബലമായ ഒരുപാട് സ്വപ്നങ്ങൾ. അതിനേക്കാളൊക്കെ ഉപരി ദൈവികമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ താനേ വന്നുകൊള്ളുമെന്ന് ഔസപിതാവ് നമ്മ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്നാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവിനെ ബലത്തിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവേ, തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും മഹിമയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപം ചെയ്യുന്ന ദിവ്യകുഞ്ഞാടായ മശിഹായെ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹത്തിന്റെ പരിവസ്തുവായ മശിഹായെ, ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനകളെയും ഇന്നോടുകൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സാത്താനെ പരാജയപ്പെടുത്തുകയും ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യവും നൽകിയും മശിഹായെയും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥനയുടെയും ഭക്തിയാടത്തിന്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ
ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായ ബോസ്കോ മെത്രാനെയും മറ്റ് അധിപാലകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ മാറിയോസേപ്പിന്റെ സംരക്ഷണയിൽ വളർന്ന ഈശോയെ അനുസരണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വളർത്തു പിതാവിനെ പോലെ ഞങ്ങളെ പരമേൽപ്പിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടും ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും മറിയൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുള്ള ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സ്ഥലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ പാത്രാകിസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും തിരുമചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ,
പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ ജീവന് കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാനൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു. ദൈവത്തിന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോട് ഭക്തിയോടുള്ള നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും മൃഗാതം സഹവാസവുമീ നമ്മോട് തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു.
അന്തരങ്ങളിൽ സ്തുതിഗീതകം കർത്താവായ ദൈവമേ, ഹൃദയങ്ങളിൽ തവ കീർത്തനം ബലവാനായ ദൈവമേ, അന്തരങ്ങളിൽ സ്തുതിഗീതകം കർത്താവായ ദൈവമേ, ഹൃദയങ്ങളിൽ തവ കീർത്തനം ബലവാനായ ദൈവമേ. ഹോശാന 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 ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായ കന്യകാമറിയത്തിൽ നിന്ന് ജാതനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ബോസ്കോ പിതാവിന് വേണ്ടി,
പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വചന പ്രഘോഷകർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവ സമൂഹത്തിന് വേണ്ടിയും ഓരോരുത്തരുടെയും ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനും ഭാവിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിലും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും ഇത് ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ രക്ഷകളുടെ രഹസ്യങ്ങളെയും നമുക്ക് എല്ലാവർക്കും ത്യാഗങ്ങളെ സമീപിക്കാം. ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും
പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സർവ്വതീനാഥനായ ദൈവത്തോട് ഹൃദയം പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. 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 നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അപ്പ എന്ന് ഏറ്റവും ആദ്യം പിതാവിനെ വിളിച്ച യേശുവിനോട് ചേർന്ന് നമുക്ക് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ. അവിടുത്തെ രാജ്യം വരേണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരേണമേ. അന്നന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ. അവിടുത്തെ രാജ്യം വരേണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ഇതാ ജീവന്റെ ദിവ്യൌഷധം നൽകപ്പെടുന്നു. സഹോദരരെ, നിങ്ങളിത് സ്വീകരിച്ച് ജീവൻ പ്രാപിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. ഉപവാസവും പ്രാർത്ഥിതവും വഴി പാപകരങ്ങളെ പ്രാപിക്കാം. ഭയഭക്തിയോടും സ്നേഹത്തോടും കൂടി നമുക്ക് അവിടുത്തെ തിരിച്ചു രക്തങ്ങൾ സ്വീകരിക്കാം.
ദൈവമിൻ അരികിലായി നിന്നോക്കിയിരിക്കാനേ കഴിയുന്നുള്ളൂ. നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ. നിന്നെ നോക്കിയിരിക്കാനേ കഴിയുന്നുള്ളൂ. നിൻ സ്നേഹമോർത്തു കരയാനേ ആകുന്നുള്ളൂ. നിൻ സ്നേഹത്തിൻ ആഴമറിയാൻ എന്തു ഞാൻ ചെയ്യും? നിൻ ത്യാഗത്തിൻ വിലയായി എന്തു നൽകിടും? എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമിൻ കൈകളിൽ നാവിലിന്നിതാ. കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ. എൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നിടുമോ? കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ. എൻ കുറവുകൾക്കു
പരിശുദ്ധാത്മാവിന്റെ കൃപാവത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ വീരരഹസ്യങ്ങളെ സമീപിച്ച ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയിൽ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. മൈതാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവുമായ ഈ രഹസ്യങ്ങൾ പങ്കുചേർന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഓർമ്മ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമേ, ഞങ്ങളീ പൂജയാലേ നിൻ ദിവ്യനാമം കീർത്തിച്ചു. വരവും പ്രകാശവും ജീവനും കനിവാർന്നു ഞങ്ങൾക്കു നൽകണേ. ദൈവത്തിൻ ജനമേ, ഈ പൂജയെന്നും നമ്മിൽ പ്രസാദം ചൊരിഞ്ഞിടട്ടെ. നാം ഇന്നിറങ്ങുന്ന വീഥിയിൽ വിജയം തെളിഞ്ഞു വിരിഞ്ഞിടട്ടെ. താതനും പുത്രനും ദൈവാത്മാവും സന്തതം നമ്മിൽ വസിച്ചിടട്ടെ. സ്വർഗീയദാനം പൊഴിഞ്ഞിടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോലിയോ നിനക്കറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ അങ്ങേദാസമായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വലിയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ.
അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ബലസമർത്ഥങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തുനിക്ക് സൗഭാഗ്യത്തിന്റെയും അകടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. തുടർന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിനോടുള്ള ലതീഞ്ഞും നൊവേനയും ഉണ്ടായിരിക്കുന്നത്. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചു നാദനു സമ്മോദം നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. മാർയോസേപ്പേ പ്രിയതാതാ ദൈവകുമാരനു പാലകനേ രക്ഷകനൂഴിലാശ്രിതനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുപുത്രജനേ നിർമ്മല കന്യവല്ലഭനേ നന്മരണത്തിൻ മധ്യസ്ഥ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമിയെന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ. പാപിക്കവനിലാശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കീഴും നോക്കു നിരന്തരമായി സാന്ത്വനമരുളും പാലകനേ സഹനത്തിൻ സഹയാത്രികനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനീതനായ വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിൺമലരേ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകവും അതിനുടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനേ വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗതലത്തു മഹോന്നതമാം നിക്ഷേപങ്ങൾ നിറച്ചവനേ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേനാഥ പാപം പൊറുക്കേണമേ നാഥ. പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും
ദൈവത്തിന്മേശമിനാഥ പ്രാർത്ഥന കേൾക്കണമേ നാഥ, പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേശമിനാഥ ഞങ്ങളിൽ കനിയണമേ നാഥ, ഞങ്ങളിൽ കനിയണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാറിയ ഔസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഈ തിരുനാളിന് കാരണഭൂതനായിരിക്കുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സുഹൃതങ്ങളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സന്നിധി അണയുമ്പോൾ ഞങ്ങൾ നിന്തിരുനാമത്തിൽ ഉന്നതി പാടുമ്പോൾ പ്രാർത്ഥിച്ചിടണമേ. ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ. വത്സലതാതാ നീ പ്രാർത്ഥിച്ചിടണമേ. ശിവതൻ ദർപ്പണമേ ഞങ്ങൾ കീഴണമാദാനം. ശിവതൻ ദർപ്പണമേ ഞങ്ങൾ കീഴണമാദാനം. സോദരരായെന്നും ഭൂവിതിൽ ജീവിക്കാൻ ഞങ്ങൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ. വത്സലതാതാ നീ പ്രാർത്ഥിച്ചിടണമേ. നീതിമാനായ ഔസേപ്പിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യ നിയോഗങ്ങളും ആഗ്രഹങ്ങളും കുടുംബങ്ങളുടെ മധ്യസ്ഥനായ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നുള്ളി വരണമെങ്കിൽ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്കായി അവതരിച്ച ദൈവകുമാരൻ്റെ വളർത്തുപിതാവാകുവാൻ വിശുദ്ധ ഔസേപ്പിനെ സജ്ജമാക്കിയ അങ്ങ് ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ പരിപാലിക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ സ്നേഹപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കന്യാവധക്കാരുടെ കാവൽക്കാരനും തിരുകുടുംബത്തിന്റെ പാലകനുമായ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ സ്വർഗീയ വരങ്ങളാൽ അലങ്കരിച്ച കർത്താവേ, ഞങ്ങളുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കന്യകാമാതാവിനെയും ദിവ്യ ശിശുവിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി അവർണ്ണങ്ങളായ ക്ലേശങ്ങൾ സഹിക്കുകയും കുടുംബജീവിതക്കാരുടെ മാതൃകയും സഭയുടെ സംരക്ഷകനുമാകുകയും ചെയ്ത വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പോലെ കുടുംബങ്ങളുടെയും സഭയുടെയും അവകാശ സംരക്ഷണത്തിനായി ക്ലേശങ്ങൾ സഹിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിലുണ്ടായ സംശയങ്ങളിലും ക്ലേശങ്ങളിലും ദൈവതിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാനും ദൈവകുമാരൻ്റെയും കന്യകാമാതാവിൻ്റെയും പരിചരണങ്ങളേറ്റ്
ഭാഗ്യമരണം പ്രാപിക്കുവാനും അനുഗ്രഹം ചെയ്ത വിശുദ്ധ ഔസേപ്പിനെ പോലെ ജീവിതക്ലേശങ്ങളെ സമചിത്തതയോടെ നേരിടുവാനും പ്രസാദപരാവസ്ഥയിൽ മരിക്കുവാനുമുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിലും ശരീരത്തിലും പരിശുദ്ധി പാലിക്കുന്നവർക്ക് ഈ ലോകത്തിൽ സൗഭാഗ്യവും പരലോകത്തിൽ ദൈവദർശനവും വാഗ്ദാനം ചെയ്ത കർത്താവെ, അങ്ങയുടെ വളർത്തു പിതാവായ മാറിയ ഔസേപ്പിന്റെ മാതൃകയനുസരിച്ച് വിനയത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും ജീവിതക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. നീതിബോധവും സദാചാരനിഷ്ഠയും ഞങ്ങളിൽ ഉജ്ജീവിപ്പിക്കണമേ. സ്വർഗരാജ്യത്തിൽ അങ്ങേ മുഖാമുഖം കണ്ടാനന്ദിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം.